മുമ്പോട്ടിരിക്കുന്നോ? ബി.ജെ.പി. നേതാവ് കെ. ശിവദാസൻ നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യം. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ബി.ജെ.പി. ചടയമംഗലം നേതൃത്വം വളരെ നിർണായകമായ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. നമസ്തേ. ഇന്ന് അടിയന്തിരമായിട്ട് ഈ ഒരു വാർത്താ സമ്മേളനം നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഈ കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചടയമംഗലം പഞ്ചായത്തിൽ നടക്കുകയുണ്ടായി. പൂങ്കോട് വാർഡിൽ LDF ഭരിച്ചിരുന്ന വാർഡ് UDFന്റെ കയ്യിലേക്ക് പോയി. BJPക്ക് വളരെ മോശപ്പെട്ട വോട്ടാണ് ലഭിച്ചത്. അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. അത് തോക്കുന്ന സമയത്ത് അതിൻ്റെ തോൽവിയുടെ കാരണം ആരുടെയെങ്കിലും തലയിൽ വെച്ച് മോശമായ രീതിയിൽ പദങ്ങൾ ഉപയോഗിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആരുടെയെങ്കിലും തലയിൽ വെച്ച് മാറുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. എനിക്ക് പറയാനുണ്ടായ ഒരു സംഗതി, ഈ LDFന്റെ പത്രസമ്മേളനത്തിൽ BJPയുടെ ഒരു മുതിർന്ന നേതാവിനെ UDFന്റെ ആൾക്കാർ നേരിൽ കണ്ടു എന്നും അങ്ങനെ വോട്ട് മറിക്കുവാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായി എന്നും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് നടത്തുകയുണ്ടായത്. പക്ഷെ എനിക്ക് അവരെ വെല്ലുവിളിക്കാനുള്ളത്, അങ്ങനെ ഒരു നേതാവിനെ UDFന്റെ ആൾക്കാർ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ആരെയാണ് കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, അതിനെന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ പരസ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നതല്ല ശരി. ഈ നാട്ടിൽ പരസ്പരം സംഘടനാ തലത്തിൽ വിഭിന്ന ചേരികളിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും പരസ്പരം യോജിച്ചു നിന്നാണ് ചടയമംഗലത്തെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു പരാജയത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു മുതിർന്ന നേതാവ് എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ BJPയെ സംബന്ധിച്ച് മുതിർന്ന നേതാവ് ഞാനാണ് എന്ന് ഇവിടുത്തെ സമൂഹം ഒരുപക്ഷെ വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിലേക്ക് അഭിപ്രായം പറയാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, എന്നോട് സ്നേഹമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാൽ പോലും, വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവരായാൽ പോലും, വിവിധ ജാതിയിൽ വിശ്വസിക്കുന്നവരായാൽ പോലും എന്നെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് അവരുടെ മുന്നിലാണ് മറുപടി പറയേണ്ടി വരുന്നത്. ഇതിന് വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പരസ്യമായ മറുപടി ഇവിടുത്തെ സമൂഹത്തിനോട് ഈ രാഷ്ട്രീയ പാർട്ടി പറയണം എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ BJPക്ക് വോട്ട് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം. BJPക്ക് വോട്ട് ആ വാർഡിൽ, പൂങ്കോട് വാർഡിൽ ശരിക്കും പറഞ്ഞാൽ 10 താഴെ വോട്ടുള്ളൂ. അതതിൻ്റെ വസ്തുത. അതായത് BJPക്ക് വോട്ടുണ്ടായിരുന്ന വാർഡ് ഞാൻ മത്സരിക്കുന്ന സമയത്ത് 1-ാം വാർഡായിരുന്നു, ചടയമംഗലത്തെ 1-ാം വാർഡ്. ആ വാർഡില് ഞാൻ മത്സരിച്ച സമയത്ത് ജയിക്കുകയുണ്ടായി. അതിനുശേഷം അത് വനിതാ വാർഡാക്കി. വനിതാ വാർഡാക്കിയപ്പോഴും BJP ജയിക്കുകയുണ്ടായി. അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടി അവർ ചെയ്തത് ആ വാർഡിനെ 4 കഷണങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അത് ഒരു ഭാഗം അക്കോടം വാർഡിലും
ഒരു ഭാഗം മാടനട വാർഡിലും ഒരു ഭാഗം പൂങ്കോട് വാർഡിലും ഒരു ഭാഗം മണ്ണാമ്പറമ്പ് വാർഡിലായിട്ടാണ് മാറിയിരിക്കുന്നത്. അങ്ങനെ 4 കഷണങ്ങളായി വെട്ടിമുറിച്ചു. അത് വല്ല ഊടുവഴികളും അതും ഇതുമൊക്കെ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കേവലം വെള്ളിലുണ്ടാവുന്ന വോട്ട് മാത്രമാണ് നിലവിൽ പൂങ്കോട് വാർഡിൽ BJPക്കുള്ളത്. പിന്നെ പല സമയത്ത് വോട്ട് കിട്ടുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടിസ്ഥാനത്തിലാണ് വോട്ട് കിട്ടുന്നത്. എൻ്റെ അനിയൻ മത്സരിച്ച് ഈ വാർഡിൽ, അവൻ മത്സരിച്ച സമയത്ത് 78 വോട്ടാണ് കിട്ടിയത് ഇതേ വാർഡിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് BJPയുടെ വോട്ട് എന്ന് അതും പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കും അതൊക്കെ വരുന്നത്. അപ്പൊ അതിനെ BJPയുടെ വോട്ട് മറിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരു സംഘടനാ പ്രവർത്തകർക്ക് യോജിച്ചതല്ല എന്നാണ്. ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പാടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊന്ന്. ഇനി രണ്ടാമത്തെ സംഗതി, ഇവര് വികസനത്തിന് വേണ്ടിയാണ് വോട്ട് ആവശ്യപ്പെട്ടത്. ചടയമംഗലം പഞ്ചായത്തിൽ എന്ത് വികസനമാണുള്ളത്? അവർക്ക് ഏത് വികസനമാണ് എടുത്തു പറയാനുള്ളത്? ഈ ചടയമംഗലം പഞ്ചായത്തിനെ LDF കഴിഞ്ഞ കാലങ്ങൾ മൊത്തവും LDF ഭരിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് BJPയുടെ കോൺഗ്രസിന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷെ ഭരണം LDFന്റെ കയ്യിലാണ്. ഈ 10-35 വർഷമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്, അതായത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് അന്ന് ശ്രീ മുസ്തഫ പ്രസിഡന്റാണ്. ആ സമയത്ത് ഉണ്ടായ വികസനമല്ലാതെ വേറെ ഏത് വികസനം എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അതൊന്ന്. രണ്ടാമത്തെ സംഗതി, നമുക്കറിയാം ഈ ചടയമംഗലം പഞ്ചായത്തില് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വാർഡിന്റെ വികസനത്തിന് 5000 രൂപ താഴെ ചെലവാക്കാൻ പറ്റും. അതിന് മുകളിൽ ചെലവാക്കണമെങ്കിൽ ഡയറക്ടറേറ്റിൽ നിന്നൊക്കെ അനുവാദം വാങ്ങേണ്ടതായിട്ട് വരും. ആ സമയത്താണ് ചടയമംഗലത്തെ പ്രധാനപ്പെട്ട 2 റോഡുകൾ കോൺക്രീറ്റ് ചെയ്തത്. ആ റോഡുകൾ ഇന്നും അതേപോലെ നിലനിൽക്കുന്നു. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ആ റോഡുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മഞ്ഞപ്പാറയ്ക്ക് പോകുന്ന റോഡിന്റെ മുകളിൽ കൂടെ കുറച്ച് വീതിക്ക് രണ്ടാമതൊരു കോൺക്രീറ്റ് നടത്തി. അത് LDFന്റെ ഭരണത്തിലിരിക്കുന്ന സമയത്താണ് ചെയ്തത്. അതെന്താ സംഭവിച്ചത്? അതെല്ലാം ഓരോ ഭാഗത്തുനിന്ന് ഇളവി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനോട് ആത്മാർത്ഥമായി ചെയ്യണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ റോഡുകൾ ഇന്നും നിലനിൽക്കുന്നത്. അടുത്ത സംഗതി, ചടയമംഗലം അതായത് കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് ചടയമംഗലം ആസ്ഥാനമായി ഒരു താലൂക്ക് രൂപീകരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ബാബു പോൾ കമ്മീഷൻ ആണെന്ന് തോന്നുന്നു. അതായത് കേരളത്തിലെ താലൂക്കുകൾ ഏതൊക്കെ താലൂക്കുകൾ വിഭജിക്കണം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഒരു സർവേ നടത്തി. അന്ന് 10-30-40 വർഷം ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തില് അദ്ദേഹം കേരളത്തിൽ നിർദ്ദേശിച്ചത് വെറും 3 താലൂക്കുകളാണ് വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിലൊന്ന് തെക്കൻ കേരളത്തിലെ കൊട്ടാരക്കര താലൂക്കാണ്. കേരളത്തിലെ വലിയ താലൂക്കുകളിൽ ഒരു താലൂക്കാണ് കൊട്ടാരക്കര താലൂക്ക്. അപ്പൊ ആ താലൂക്ക് വിഭജിക്കണം എന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുണ്ടായി. അങ്ങനെ വന്ന സമയത്തിന് ഈ ചടയമംഗലം കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് ചടയമംഗലം ആസ്ഥാനമായി താലൂക്ക് വേണം എന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കൊടുത്തിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? താലൂക്ക് നിർണയവുമായി ബന്ധപ്പെട്ട് അന്ന് LDF ഭരിക്കുകയാണ്. LDF ഭരിക്കുന്നതിന്റെ ലാസ്റ്റ് ഘട്ടമാണത്. അന്ന് കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് ചടയമംഗലം ആസ്ഥാനമല്ലാതെ ആക്കി മാറ്റിക്കൊണ്ട് അതിന്റെ ആസ്ഥാനം അങ്ങ് കിഴക്കൻ മേഖലയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും സമരങ്ങളുണ്ടായി. പക്ഷേ ഇത് ചടയമംഗലത്ത് തന്നെ ഇതിന്റെ ആസ്ഥാനം വേണം. ബാബു പോൾ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ചടയമംഗലത്ത് തന്നെ അതിന്റെ ആസ്ഥാനം വേണം. അർഹതപ്പെട്ടത് ചടയമംഗലത്തിന് അർഹതപ്പെട്ടത് അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ചടയമംഗലം ആസ്ഥാനമായി താലൂക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഗംഭീരമായ ഒരു സമര പരിപാടിക്ക് രൂപം കൊടുത്തു. ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതി, ഇന്ത്യ മഹാരാജ്യത്ത് ചടയമംഗലം പഞ്ചായത്തല്ലാതെ ഒരു പഞ്ചായത്തും
ഒരു വികസനത്തിന് വേണ്ടി താലൂക്കിന്റെ ആസ്ഥാനം ഇവിടത്തേക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അത് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയത് ചടയമംഗലം പഞ്ചായത്ത് മാത്രമാണ്. ഈ രാജ്യത്ത് ഒരു പഞ്ചായത്ത് ഈ നിലപാട് സ്വീകരിക്കത്തില്ല. ഇത് ചടയമംഗലത്തുകാരോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയും ഹീനവുമാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അന്ന് ആ സമയത്ത് ഒരുപക്ഷെ താലൂക്ക് വിഭജിക്കുന്ന സമയത്ത് ചടയമംഗലം ആസ്ഥാനമായി താലൂക്ക് വേണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലം വേണം എന്ന് കണക്കാക്കിക്കൊണ്ട് മിനി സിവിൽ സ്റ്റേഷൻ എന്ന അതിന്റെ പേരിൽ ഇവിടെ ഒരു 78 സെന്റ് സ്ഥലം നമ്മൾ MC റോഡിന്റെ ഓരത്ത് തന്നെ ജംഗ്ഷനോടടുത്ത് അക്വയർ ചെയ്യേണ്ടായി. അത് അക്വയർ ചെയ്യുന്ന സമയത്ത് അന്നത്തെ അത് എടുത്തു പറയാതിരിക്കുന്ന നിർവാഹമില്ല, CPM-ഉം കോൺഗ്രസും അതിനെ എതിർക്കുവാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ സമയത്ത് എടുത്തു പറയുന്ന സമയത്ത് ശ്രീ മുസ്തഫ അത് എടുക്കുന്നതിന് വേണ്ടി അനുകൂലമായി നിന്നു. BJP ഒരുമിച്ച് നിന്നു ആ സ്ഥലം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ അത് പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഈ സ്ഥലം എടുത്തിട്ടിട്ട് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയാണ് ഈ സ്ഥലം ഏറ്റെടുത്തത്. അന്ന് ആ സ്ഥലം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് ചടയമംഗലത്തിന് അഭിമാനിക്കാൻ ഒക്കുന്ന KSRTC ഡിപ്പോ ഉണ്ടായത്. ആ സ്ഥലം ഏറ്റെടുത്തത് കൊണ്ടാണ്. ആ ഡിപ്പോ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി മുഴുവൻ ഓഫീസുകളും ഒരു സ്ഥലത്ത് തന്നെ വരണം. വിവിധ നിലയിലുള്ള കെട്ടിടങ്ങൾ പണിഞ്ഞുകൊണ്ട് എല്ലാ ഓഫീസുകളും ആ ഒരു സ്ഥലത്ത് തന്നെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി ഉദ്ദേശിച്ചത്. ഒരു താലൂക്കുമായി ബന്ധപ്പെട്ട് അതിനനുബന്ധ ഓഫീസുകൾ എല്ലാം ചടയമംഗലത്താണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ മിനി സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ചെയ്യേണ്ടതാണ്. ഡിപ്പോ അവിടുന്ന് മാറിയതിനു ശേഷവും ഇന്നും ആ സ്ഥലം അങ്ങനെ കിടക്കുകയാണ്. കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് തറക്കല്ല് ഇടുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഇതാരാണ് മുൻകൈ എടുത്ത് ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ്. ചടയമംഗലത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അവഗണനയായിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് ഇതുവരെയും അതിന് പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഏതാണ്ട് 35 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിത് സൂചിപ്പിച്ചു വരുന്നത് എന്ത് വികസനമാണ് ഇവര് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റല് ഒരു കാലഘട്ടത്തില് എന്റെയൊക്കെ ആ ഒരു കാലഘട്ടങ്ങളില് ചെറുപ്പകാലത്തൊക്കെ അവിടെ കിടത്തി ചികിത്സയുണ്ട്. അതോടൊപ്പം തന്നെ എവിടുന്നെല്ലാം രോഗികളാണ് അവിടെ ചികിത്സയ്ക്ക് വരുന്നത്. അവിടെ മോർച്ചറിയുണ്ട്, പ്രസവ വാർഡുണ്ട്. ഇത്രയും വിപുലമായി നടന്ന ഒരു ആശുപത്രി അതിനെ താലൂക്ക് ആശുപത്രിയായി വികസിപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടും വാസ്തവത്തിൽ അതിനനുബന്ധമായി ആ ആശുപത്രിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ ആ സ്ഥലം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതാരാണ് എന്ന് ഞാനിപ്പോ പറയുന്നില്ല. ഈ നമ്മുടെ ചടയമംഗലം ജംഗ്ഷനിൽ ഇവിടുന്ന് നടുക്കുന്നിലേക്ക് ഒരു 3 മീറ്റർ വീതിയിൽ റോഡ് വേണം എന്നാവശ്യപ്പെട്ടു മുഴുവൻ ആൾക്കാരും ഈ തൊട്ടടുത്ത് കിടക്കുന്ന അപ്പുറവും കിടക്കുന്ന കടകളും അതിനപ്പുറത്തോട്ട് വരുന്ന നിലങ്ങളും ഒക്കെ തയ്യാറായി. പക്ഷെ അവിടെയും CPM-ന്റെ നേതാവ് അതിനെ എതിർത്തു. ഞാൻ സൂചിപ്പിക്കുന്നത് ചടയമംഗലം ജംഗ്ഷന്റെ വികസനത്തിന് ഈ നടുക്കുന്നിലേക്ക് ആ റോഡ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് എന്തെല്ലാം ബിസിനസ്സുകളാണ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്? നാട്ടിന് എന്തെല്ലാം പുരോഗതിയാണ് ഉണ്ടാവുന്നത്? ഇതാണോ വികസനം? ആശുപത്രിയുടെ വികസനം ഇതാണോ? ഇനി മറ്റൊരു സംഗതി, ഇവിടെ ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു വെൽഫെയർ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അത് കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ചടയമംഗലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ അവസ്ഥ ഇന്ന് എന്താണ്, അത് എവിടെ പോയി എന്ന് ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ നാടിന് വികസനത്തിന് വേണ്ടി വോട്ട് ചോദിച്ച സമയത്ത് ഇവിടുത്തെ ജനങ്ങളും വോട്ടർമാരും മണ്ടന്മാരൊന്നുമല്ല. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താണ് ഇവര് നടത്തുന്ന വികസനങ്ങള്? ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ നിന്ന് പൊറുതിമുട്ടി ഇതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്.
അപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി മറ്റൊരു സംഗതി, എന്താണ് ചടയമംഗലം താലൂക്ക് വേണം എന്നാവശ്യപ്പെട്ട സമയത്തിന് ഞാൻ വലിയൊരു പ്രക്ഷോഭം നടത്തി. ആ സമരത്തില് പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാരണം അതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ സമരപന്തലിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. 28 ദിവസം നീണ്ടു നിൽക്കുന്ന സമരമാണ് നടത്തിയത്, നിരാഹാര സമരം താലൂക്കിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ അന്നത്തെ LDF സർക്കാർ ഇവിടുന്ന് ആസ്ഥാനം മാറ്റിക്കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പോയി അങ്ങനെ ബാബുപോൾ കമ്മീഷന് വിരുദ്ധമായി ഒരു നിലപാട് സർക്കാർ എടുക്കാൻ പാടില്ല എന്നുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങി. അന്ന് അത് വേറെ ആരുടെ പോക്കറ്റിലെ പൈസ ഇല്ല, നമ്മുടെ പോക്കറ്റിലെ പൈസ എടുത്താണ് ചെയ്തത്. നിങ്ങൾക്കറിയാമോ, ചടയമംഗലം ഗവൺമെന്റ് MGHS വാസ്തവത്തില് ഞാൻ PTA പ്രസിഡന്റായിട്ട് ഇരുന്ന സമയത്താണ് അവിടെ ഒരു കെട്ടിടം വരുന്നത്, ബ്ലോക്കിലെ കെട്ടിടം. ആ കെട്ടിടം വരുന്ന സമയത്ത് ഭാവിയിൽ +2 അനുവദിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് +2വിന് വേണ്ടി ആവശ്യമുള്ള കെട്ടിടമാക്കി മാറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് ആവശ്യമുള്ള +2വിന് വേണ്ട കെട്ടിടമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് +2 അനുവദിക്കുന്നതിന് മുമ്പ് +2 ക്ലാസുകൾ നടത്താൻ ആവശ്യമുള്ള കെട്ടിടം പണിയുന്നത് ചടയമംഗലം ഗവൺമെന്റ് MGHSലാണ്. അന്ന് +2 അനുവദിച്ച സമയത്തിന് ചടയമംഗലം MGHSന് +2 അനുവദിച്ചില്ല. സത്യത്തില് അതിലും ഇവിടത്തെ ഇടതുപക്ഷത്തിന് പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്ത് ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇതിവിടെ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ MLAക്ക് മന്ത്രിക്ക് ഒക്കെ മെമ്മോറാണ്ടം കൊടുത്തു. നേരിട്ടാണ് കൊടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്മോറാണ്ടം കൊടുത്തു. എല്ലാം നേരിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ പോയി അതിന് സ്റ്റേ +2 അനുവദിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് രേഖകൾ കാണിച്ച് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് ടുഡേ മൂവിങ് എന്നുള്ള പരിപാടിയിലാണ് പെറ്റീഷൻ മൂവ് ചെയ്തത്. കോടതി ഉടൻ തന്നെ ഇതിന്റെ റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് കോടതി ഉടൻ തന്നെ എന്തുകൊണ്ട് ചടയമംഗലം ഗവൺമെന്റ് MGHSന് +2 അനുവദിച്ചില്ല, അതിന്റെ കാരണം 3-ാം ദിവസം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ആവശ്യപ്പെട്ടു. ഞാൻ സൂചിപ്പിച്ചത് അതും വികസനം BJPയുടെ നേതൃത്വത്തിലാണ് അതിനും വികസനം വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ചടയമംഗലത്ത് എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതില് നമ്മുടെ പങ്കുണ്ട് എന്നുള്ളതാണ് എന്റെ വസ്തുത. ഇനി അടുത്തൊരു സംഭവം, നമ്മുടെ ഗവൺമെന്റ് സ്കൂള്, അതായത് കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് അത് നാശത്തിന്റെ വക്കിലേക്ക് എത്തിയ സമയത്തിന് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഞാൻ ഇവിടുത്തെ നമ്മുടെ ഒരു പത്രപ്രതിനിധി ശ്രീ സുരേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചേട്ടാ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങനെ അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2000-ൽ പുറത്ത് കുട്ടികളുണ്ടായിരുന്ന സ്കൂളാണത്. ആ സ്കൂളിൽ ഏതാണ്ട് 137 കുട്ടികളായിട്ട് മാറി. അന്ന് അവിടുത്തെ PTA പ്രസിഡന്റ് കോൺഗ്രസിന്റെ വടക്കതിൽ നാസർ, വൈസ് പ്രസിഡന്റ് സൈനി, ഞാൻ അവരുമായിട്ട് ആലോചിച്ചു. അവർ ആത്മാർത്ഥമായിട്ട് നിന്നു. ഇവിടുത്തെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിൽ ഞാനുമൊക്കെ അതിന്റെ വികസനത്തിന്റെ ചെയർമാനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കി. ഇന്ന് ആ സ്കൂള് അങ്ങനെ പ്രവർത്തിച്ച് ഗ്രാമങ്ങളിൽ പോയി ഗ്രാമങ്ങളിലെ ജനങ്ങളുമായിട്ട് കൂടി അവരുടെ മുന്നിൽ ഈ സ്കൂളിന്റെ വികസനത്തിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു ജനങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് ഇന്ന് നല്ല രീതിയിൽ ആ സ്കൂൾ പോകുന്നുണ്ട്. അതും ആരുടെ വികസനമാണ്? ഈ പഞ്ചായത്തിന്റെ വികസനമാണ്. ഇന്ന് പഞ്ചായത്തിന് ഒരു ഓഫീസ് ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്താ അതിന്റെ സ്ഥിതി? ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇന്ന് പഞ്ചായത്തിന് സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം നടത്തുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാള്. ഇവിടുത്തെ വലിയ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ പോയി കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇന്ന് ആ ഭാഗമാണ് പഞ്ചായത്തിൻ്റെതായിട്ട് ഓഫീസായിട്ട് കാണുന്നത്.
ഞാൻ ചുരുക്കി പറഞ്ഞാല് എനിക്ക് ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിലുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഈ ചടയമംഗലത്തിന്റെ വികസനത്തിന് ഇവിടുത്തെ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. അത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാറ്റത്തിൽ കൂടെ മാത്രമേ ഈ ചടയമംഗലത്തിന് വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാല് എന്തായാലും കേന്ദ്ര സർക്കാർ അടുത്ത പ്രാവശ്യം BJP തന്നെ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല വികസനങ്ങളും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതുവരെ കേട്ടത് BJP നേതാവ് കെ ശിവദാസിന്റെ പത്രസമ്മേളനമാണ്. കഴിഞ്ഞ ദിവസം LDFന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമാണ് BJPക്ക് നേതൃത്വം ഉന്നയിച്ചിരുന്നത്. വികസന ഇല്ലായ്മയും പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും മൂലമാണ് പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ LDF തോറ്റതെന്നും നാടിന്റെ വികസനത്തിന് വേണ്ടി ഫലപ്രദമായ യാതൊന്നും ചെയ്യുവാൻ ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പത്രസമ്മേളനത്തിൽ കെ ശിവദാസൻ വ്യക്തമാക്കി. പത്രസമ്മേളന വേദിയിൽ നിന്നും സാക്ഷി TVക്ക് വേണ്ടി ഗോപൻ മുദ്രയും രാജ്മോഹൻ. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങളും വിജയങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് LDF കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ BJP